ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് നമ്മുടെ അനുമോള്, അനീഷ്, നമ്മുടെ നെവിൻ ഇവരൊക്കെ ആ ഒരു കിച്ചൺ ഏരിയയിലുണ്ട്. അനീഷും നമ്മുടെ നെവിനും കിച്ചണിൽ എന്തോ കുക്ക് ചെയ്യുവാണ്. അനുമോൾ അവിടെ സോഫയ്ക്കകത്ത് ഇരിക്കുവാണ്. അപ്പോൾ അനീഷ് അനുമോളെ വിളിക്കുന്നുണ്ട്. അനുമോളെ ഒന്ന് ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അനു എഴുന്നേറ്റ് പോകുന്നുണ്ട്. കിച്ചണിൽ ദോശ ഉണ്ടാക്കാനാണ് വിളിക്കുന്നത്. അനുമോള് അവിടെ എത്തിയ ഉടനെയാണെങ്കിൽ അനീഷ് അവിടുന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കും. അപ്പോഴേ അക്ബറും നമ്മുടെ നെവിനും ഒക്കെ കുറച്ച് പ്രണയഗാനങ്ങളൊക്കെ അവിടെ പാടുവാണ്. അനുവിന് യാതൊരു ഭാവവും മാറ്റമൊന്നുമില്ല. എന്നാൽ അനീഷ് പറയുന്നുണ്ട്, നെവിൻ അക്ബർ പാട്ട് നിർത്തി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനീഷ് പറയുവാണ്, നോക്കൂ, നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ നമ്മളത് പറഞ്ഞു. എന്നാൽ ആൾക്ക് അതുപോലെ ഒരു ഇഷ്ടം ഉണ്ടാവണം എന്നില്ല, എന്നാൽ അതുപോലെ ഒരു ഇഷ്ടം അയാൾക്ക് ഉണ്ടാവണം എന്നില്ല. ഞാനത് റെസ്പെക്ട് ചെയ്യുന്നു. ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങനെ ഒരു ഇഷ്ടം തോന്നാം. എന്നാലേ തിരിച്ച് കിട്ടില്ലെന്ന് തോന്നിയപ്പോൾ ഞാനത് ക്ലോസ് ചെയ്തു. അന്നേരം അക്ബർ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, പ്രണയഗാനം പാടുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? അനീഷിന് വലിയ കുഴപ്പമൊന്നുമില്ല, അതൊരു പാട്ടല്ലേ. അനു ഇവിടെ വന്നതും അക്ബർ പാട്ട് പാടിയത് ഒന്നുമല്ല വിഷയം. അനീഷിന്റെ തല പോയത് നിങ്ങൾ നോക്കണേ. അനീഷിന് അറിയാം അനു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കും, അതൊരു കണ്ടന്റ് ആക്കാമെന്ന് അനീഷിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അനുവിനെ അവിടത്തേക്ക് വിളിക്കുന്നതും. അനീഷിന് അറിയാം ഈ ഒരു വിഷയം വീണ്ടും എടുത്തിടാനുള്ള ഒരു അവസരം തനിക്ക് ഇതിലൂടെ ലഭിക്കുമെന്ന് അനീഷിന് നന്നായിട്ട് അറിയാം. ഇതാണ് അനീഷിന്റെ ഗെയിം. പക്ഷെ ഈ ഒരു ഗെയിം ഉണ്ടല്ലോ, എനിക്ക് പേഴ്സണലി അത്ര രസിച്ചിട്ടില്ല കേട്ടോ. അനീഷ് നല്ലൊരു വ്യക്തിയൊക്കെ തന്നെ ആയിരിക്കും. എന്നാൽ ഈ അനീഷിന്റെ ഈ ഒരു നിഷ്കളങ്കതയുള്ള ആ ഒരു മുഖം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് അനീഷ് ഇവിടെ സെന്റി അടിച്ച് നിൽക്കുന്നതും ക്ലിക്ക് ആവുന്നതും കേട്ടോ.